നമസ്കാരം, CBN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചാലക്കുടി മർച്ചന്റ്സ് അസോസിയേഷന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നടത്തി. ചാലക്കുടി മജിസ്ട്രേറ്റ് കോടതിക്ക് സമീപത്ത് കണ്ണുമൂടികെട്ടി സമരം. ഈ സമരം ഇന്ന് ചാലക്കുടി മജിസ്ട്രേറ്റ് കോടതിയുടെ മുൻപിൽ നടത്താനുള്ളൊരു കാരണം 3-4 വർഷങ്ങളായിട്ട് പുതിയ കെട്ടിടം പണിയാനായിട്ട് ഹൈവേയുടെ സൈഡിലായിട്ട് പണി തുടങ്ങി. കേരള ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷന്റെ 38ാമത് സംസ്ഥാന സമ്മേളനം കൊടകരയിൽ സംഘടിപ്പിച്ചു. എക്സൈസ് വകുപ്പിന്റെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് കണ്ടെത്തുന്നതിനായി മദ്യത്തിന് സർക്കാർ സെസ് ഏർപ്പെടുത്തും. അവയവക്കടത്ത് റാക്കറ്റുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളുടെ ഭാഗമായി കേരളത്തിൽ EDയുടെ വ്യാപക റെയ്ഡ്. ജവാൻ മദ്യത്തിന്റെ ഉത്പാദനം നിലച്ച സംഭവത്തിൽ അന്വേഷണത്തിന് നിർദ്ദേശം നൽകി എക്സൈസ് മന്ത്രി. മങ്ങാട്ടുകര പീച്ചാനിക്കാട് ഭാഗങ്ങളിൽ മോഷണം വ്യാപകമാകുന്നു. ആളില്ലാത്ത വീട്ടിൽ നിന്ന് മോഷ്ടാവ് കവർന്നത് 2.25 പവൻ സ്വർണം. വാർത്തകൾ വിശദമായി. ചാലക്കുടി മർച്ചന്റ്സ് അസോസിയേഷന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നടത്തി. MD ഡേവിസ് പ്രസിഡന്റ്, ബിജു മാളക്കാരൻ, ആന്റോ മേനാച്ചേരി വൈസ് പ്രസിഡന്റുമാർ, NA ഗോവിന്ദൻകുട്ടി ജനറൽ സെക്രട്ടറി, ജോയ് പാനിക്കുളം, ആന്റോ എരിങ്ങേരി ജോയിന്റ് സെക്രട്ടറിമാർ, ഡേവിസ് വെളിയത്ത് ട്രഷറർ എന്നിവരുടെ സ്ഥാനാരോഹണമാണ് നടന്നത്. മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജോയ് മൂത്തേടന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തത്. അനുമോദന ചടങ്ങിൽ മുനിസിപ്പൽ കൗൺസിലർ ജോജി VJ, റെയ്സൻ ആലുക്ക, ചാലക്കുടി ബേക്കേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി ജിനേഷ്, മേലൂർ മർച്ചന്റ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ബിനോയ് പാലാട്ടി, ചാലക്കുടി ടൗൺ കോപ്പറേറ്റീവ് ബാങ്ക് സെക്രട്ടറി സോയ് പോൾ, ഡയറക്ടർ സാജൻ സലാം, വനിതാ വിംഗ് ജില്ലാ ട്രഷറർ ഷൈന ജോർജ്, യൂത്ത് വിംഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് കിരൺ ഷൺമുഖൻ, അസോസിയേഷൻ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ബിനു മഞ്ഞളി, ജോബി മേലടത്ത്, ആന്റോ മേനാച്ചേരി, ജോയ് പാനിക്കുളം, ബിജു മാളക്കാരൻ, ആന്റോ എരിഞ്ഞേരി, ആന്റണി PV, വനിതാ വിംഗ് പ്രസിഡന്റ് സിന്ധു ബാബു എന്നിവർ പങ്കെടുത്തു. ചാലക്കുടി മജിസ്ട്രേറ്റ് കോടതിക്ക് സമീപത്ത് കണ്ണുമൂടികെട്ടി സമരം. ചാലക്കുടിയിലെ കോടതി സമുച്ചയത്തിന്റെ നിർമ്മാണം അടിയന്തരമായി പൂർത്തിയാക്കി തുറന്നുകൊടുക്കണമെന്നാവശ്യപ്പെട്ട് ജെയിൻ ജോസഫ് പട്ടത്താണ് കണ്ണുമൂടിക്കെട്ടി സമരം നടത്തിയത്. ചാലക്കുടി മജിസ്ട്രേറ്റ് കോടതിക്ക് സമീപത്തായിരുന്നു ജെയിൻ ജോസഫ് പട്ടത്തിന്റെ വേറിട്ട സമരം. വെളുത്ത വസ്ത്രം ധരിച്ച് തുലാസ് കയ്യിൽ പിടിച്ച് കറുത്ത തുണി കൊണ്ട് കണ്ണുമൂടിക്കെട്ടി ജെയിൻ നടത്തിയ സമരം ശ്രദ്ധേയമായി. ഈ സമരം ഇന്ന് ചാലക്കുടി മജിസ്ട്രേറ്റ് കോടതിയുടെ മുൻപിൽ നടത്താനുള്ളൊരു കാരണം 3-4 വർഷങ്ങളായിട്ട് പുതിയ കെട്ടിടം പണിയാനായിട്ട് ഹൈവേയുടെ സൈഡിലായിട്ട് പണി തുടങ്ങി. പിന്നെ അവിടുന്ന് കോടതി ഇങ്ങോട്ട് മാറ്റി. കോടതി മാറ്റിയിട്ട് ആ കോടതിയുടെ ഒരു അവസ്ഥ, അതിൽ കയറിയാലുള്ള അവസ്ഥ ഒരു ഭയാനകമായ ഒരു അവസ്ഥ തന്നെയാണ്. കാരണം ഇരിക്കാൻ സ്ഥലമില്ല, നിൽക്കാൻ സ്ഥലമില്ല. 100 കണക്കിന് വക്കീലന്മാരും 100 കണക്കിന് കക്ഷികളും ഒക്കെ വന്ന് അതിൻ്റെ അകത്ത് നിൽക്കുമ്പോൾ ശ്വാസം മുട്ടി മരിക്കുന്ന ഒരു നിലയിലാണ് ആ കോടതിക്കകത്തുള്ളത്.
അതുപോലെ തന്നെ എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാവുന്ന ഒരു അവസ്ഥയിലാണ്, ജീർണിച്ച അവസ്ഥയിലാണ് ആ കോടതി നിലനിൽക്കുന്നത്. ചാലക്കുടിയിലെ പല ജനകീയ വിഷയങ്ങളിലും മുമ്പും ജയൻ വ്യത്യസ്ത രീതിയിലുള്ള സമരം നടത്തിയിട്ടുണ്ട്. നിലം പൊത്താറായ ജനലുകൾക്കും അടർന്നു വീഴുന്ന സീലിംഗിനുമിടയിൽ മജിസ്ട്രേറ്റും വക്കീൽമാരും കക്ഷികളും എല്ലാം ജീവൻ പണയം വെച്ചാണ് കോടതി നടപടികളിൽ പങ്കെടുക്കുന്നത്. വലിയ ദുരന്തത്തിന് കാത്തു നിൽക്കാതെ ആവശ്യമായ സൗകര്യങ്ങളോടുകൂടിയ കോടതി സമുച്ചയം എത്രയും വേഗം നിർമ്മാണം അടിയന്തരമായി പൂർത്തിയാക്കി തുറന്നു കൊടുക്കണമെന്ന ന്യായമായ ആവശ്യമാണ് ജയന്റേത്. മജിസ്ട്രേറ്റിന്റെ ചേംബറിന്റെ മുകളിൽ 2-3 വട്ടമെങ്കിലും മുകളിൽ നിന്ന് എല്ലാം അടർന്നു വീണിട്ട് മജിസ്ട്രേറ്റ് ഇരിക്കുന്ന ഒരു ഭാഗത്തേക്കാണ്. അതുപോലെ ടോയ്ലറ്റ് സൗകര്യമില്ല. പുറത്ത് ആ കോടതിയുടെ സൈഡിൽ നിന്നുകൊണ്ടാണ് ടോയ്ലറ്റിൽ പോകുന്ന പ്രാഥമിക ആവശ്യങ്ങൾ നടത്തുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടാവുന്നത്. അപ്പോൾ ജനങ്ങള് കേസിന് വരുന്നവരായാലും അല്ലെങ്കിൽ പോലീസുകാരായാലും വക്കീലന്മാരായാലും ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇന്ന് ചാലക്കുടി കോടതി, മുനിസിപ്പൽ കോടതി മുന്നോട്ട് പോകുന്നത്. ഇതിനെതിരെ നടത്തുന്ന ഒരു സമരം തന്നെയാണ്. കാരണം അതിൻ്റെ ഉള്ളിൽ മരപ്പട്ടി, അതുപോലെ പാമ്പ്, അതുമാതിരി തേള്, പഴുതാര, അങ്ങനെ നിരവധി ജീവജാലങ്ങളാണ് അതിൽ വളരുന്നത്. അത് നല്ല കാര്യം, വളർത്താൻ ഇപ്പോൾ വേറെ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് വളരുന്നതൊക്കെ നല്ലത് തന്നെ. ഫയലുകളാണെങ്കിൽ ജീർണിച്ച അവസ്ഥയിലാണ്. ഒരു കേസിന്റെ ഫയലും കൃത്യമായിട്ട് എടുക്കാൻ സാധിക്കാത്തൊരവസ്ഥ. ജീവനക്കാരിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം വിഷമം തോന്നിപ്പോകും. അപ്പൊ ഈ അവസ്ഥയിൽ ഈ കോടതി പുതിയ കെട്ടിടത്തിലേക്ക് എത്രയും പെട്ടെന്ന് പണി തീർത്ത് മാറിക്കൊണ്ട് ജനങ്ങളുടെ അല്ലെങ്കിൽ കക്ഷികളുടെ, വക്കീലിന്റെ അല്ലെങ്കിൽ മറ്റുദ്യോഗസ്ഥരുടെ ബുദ്ധിമുട്ടുകൾ മാറ്റുവാൻ വേണ്ടിയിട്ടാണ് രാവിലെ മുതൽ ആരംഭിച്ച ഈ സമരം തുടങ്ങിയിരിക്കുന്നത്. നടുവം കവികൾ സ്മാരക മുനിസിപ്പൽ ലൈബ്രറിയുടെ നേതൃത്വത്തിൽ വായന ദിനാചരണവും PN പണിക്കർ അനുസ്മരണവും വെള്ളിയാഴ്ച നടക്കും. രാവിലെ 10:30 ചാലക്കുടി മുനിസിപ്പൽ ജൂബിലി ഹാളിൽ നടക്കുന്ന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ ആലിസ് ഷിബു ഉദ്ഘാടനം ചെയ്യും. വൈസ് ചെയർപേഴ്സൺ KV പോൾ അധ്യക്ഷനാവും. കേരള സാഹിത്യ അക്കാദമി പബ്ലിക്കേഷൻ ഓഫീസർ ED ഡേവിഡ് അനുസ്മരണ പ്രഭാഷണം നടത്തും. കേരള ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷന്റെ 38ാമത് സംസ്ഥാന സമ്മേളനം കൊടകരയിൽ സംഘടിപ്പിച്ചു. സംസ്ഥാന പ്രസിഡന്റ് P. ജോർജ് മാത്യു പതാക ഉയർത്തിയതോടെ സമ്മേളനത്തിന് തുടക്കമായി. തുടർന്ന് സമ്മേളന നഗരിയിൽ നിന്നും ആരംഭിച്ച പ്രകടനം കൊടകര നഗരം ചുറ്റി സമ്മേളന നഗരിയിൽ സമാപിച്ചു. കൊടകര പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടത്തിയ സമ്മേളനം മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി M. മുജീബ് റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന പ്രസിഡന്റ് P. ജോർജ് മാത്യു അധ്യക്ഷത വഹിച്ചു. കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് നെല്ലിശ്ശേരി വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം നടത്തി. അസിസ്റ്റന്റ് ജനറൽ സെക്രട്ടറി EO ജോണി, സംസ്ഥാന ട്രഷറർ PV തമ്പി, CV രാജു, KB മണിലാൽ, V. വിനീഷ് കുമാർ, R. ജയൻ, PL ആന്റണി, K. ജയദേവൻ, R. അണ്ണാദുരൈ, CT വിൻസെന്റ് തുടങ്ങിയവർ സംസാരിച്ചു. ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം, മുതിർന്ന അംഗങ്ങളെ ആദരിക്കൽ എന്നിവയും സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു. ഇവിടെ പദദർശനത്തിൽ സൂചിപ്പിച്ചതുപോലെ 980 കേരള ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ അഥവാ KEWSA എന്ന ചെറുനാമത്തിൽ അറിയപ്പെടുന്ന നമ്മുടെ ചോരയുടെ ഭാഗമായി മാറിയ ആ സംഘടന രൂപം കൊണ്ടപ്പോൾ ഒരു പ്രവർത്തന ലക്ഷ്യമുണ്ടായി. എന്താണ് ആ പ്രവർത്തന ലക്ഷ്യം? വൈദ്യുത മേഖലയിലെ വയറിംഗ് പ്രതിഷ്ഠാപന ജോലികൾ ലൈസൻസ് ഉള്ള അല്ലെങ്കിൽ സാങ്കേതിക പരിജ്ഞാനമുള്ള വയർമാന്മാരിലേക്കും അതുപോലെ തന്നെ സൂപ്പർവൈസർമാരിലേക്കും അവരുടെ കരങ്ങളിലേക്ക് എത്തിച്ചേരുക എന്നാണ് നമ്മുടെ ഈ സംഘടനയുടെ രൂപീകൃത ലക്ഷ്യം എന്ന് പറയുന്നത്. നമുക്ക് തന്നെ അറിയാം, 46 വർഷക്കാലം അല്ലെങ്കിൽ 47 വർഷക്കാലം പിന്നിട്ടുവെങ്കിലും നമ്മളെ രൂപീകരണ ലക്ഷ്യത്തിൻ്റെ അടുത്തെത്താൻ പോലും നമുക്ക് സാധിച്ചിട്ടില്ല എന്നൊരു വളരെ ദുഃഖകരമായ ഒരു സത്യം നമ്മുടെ മുന്നിൽ അവശേഷിക്കുക. മാള പൊയ്യയിലെ CFI ലോ കോളേജ്, ചാലക്കുടി മേഖലയിലെ 25ലധികം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ 200ലധികം വിദ്യാർത്ഥികൾക്ക് ബാഗും കുടയും സമ്മാനങ്ങളായി നൽകി. ചാലക്കുടി പബ്ലിക് സോഷ്യൽ വെൽഫെയർ സഹകരണ സംഘം ഹാളിൽ നടന്ന ചടങ്ങ് സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. കോളേജ് മാനേജർ PJ മാത്യു അധ്യക്ഷത വഹിച്ചു. CFI ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡയറക്ടറും മുൻ സിൻഡിക്കേറ്റ് അംഗവുമായ യുജിൻ മൊറേലി, മുനിസിപ്പൽ മുൻ ചെയർപേഴ്സൺ VO ഫൈലപ്പൻ, ജോർജ് V. ഐനിക്കൽ, ഗ്രാമപഞ്ചായത്ത് അംഗം ജോസഫ് കത്തനാടൻ എന്നിവർ പ്രസംഗിച്ചു. പോൾ പുല്ലൻ, ഹസീന നിഷാബ്, ശിവൻ ഈശ്വരത്ത്, AL കൊച്ചപ്പൻ, MD ജോയ് തുടങ്ങിയവരും സംബന്ധിച്ചു. വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു ചടങ്ങാണ് ഇന്നോട് നടക്കുന്നത്. ചാലക്കുടിയിലെ പഠിക്കാൻ മിടുക്കരായിട്ടുള്ള കുട്ടികൾക്ക് നമുക്കറിയാം, വിദ്യാഭ്യാസമാണ് ഏറ്റവും വലിയ നമ്മുടെ നാടിൻ്റെ വലിയ സമ്പത്ത്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഒരു പഠന സഹായം
കൊടുക്കാനായിട്ട് ബഹുമാനപ്പെട്ട CFI ലോ കോളേജിൻ്റെ മാനേജർ ശ്രീ G. മാത്യു തയ്യാറായി സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി അദ്ദേഹം ചെയ്യുന്ന ഈ പ്രവർത്തനത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും ഈ അവസരത്തിൽ നേരുന്നു. ഇത് കൊടുക്കുന്നതിന് വേണ്ടി ചാലക്കുടി മണ്ഡലത്തെ തിരഞ്ഞെടുത്തതിനുള്ള വലിയ സന്തോഷം കൂടി ചാലക്കുടിയുടെ പ്രവർത്തിക്കുകയാണ്. നാളത്തെ സിവിൽ സർവീസുകാരും നാളത്തെ IAS ഡോക്ടർമാരും എഞ്ചിനീയർമാരും സയൻറ്റിസ്റ്റുകളും ഒക്കെയാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. അത് നല്ല ഈ നാടിനെ നയിക്കേണ്ട ഒരു തലമുറയാണ്. നമുക്കറിയാം, എനിക്ക് തോന്നുന്നു മാത്യു സാർ ഇത്ര നല്ല കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യാൻ ഒരു കാരണം നന്മയൊക്കെ ചെയ്യുന്നതോടൊപ്പം തന്നെ യൂജിയൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെനറ്റർ മെമ്പറായിരുന്നു. അപ്പോഴൊക്കെ അവർക്കൊക്കെ ഒരുപാട് ഉപകാരങ്ങളും നന്മകളും. വൈകിയ വേളയിലല്ല ഈ പരിപാടി നടത്തുന്നത്, കറക്റ്റ് സമയത്താണ്. പുതിയ ബാഗും പുതിയ കുടയും ലഭിക്കാത്ത കുട്ടികൾ കഴിഞ്ഞ വർഷം ഉപയോഗിച്ചിട്ട് അതിൻ്റെ നിറം മാറിക്കൊടുക്കുമ്പോൾ അത് അലക്കി തേച്ച് വീണ്ടും വിഷമത്തോടുകൂടി കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന മക്കൾക്ക് ഒരു സഹായ സമ്മാനമാണ്. കുട്ടികൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്, അവരുടെ മാതാപിതാക്കൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. CFI കോളേജ് ചാലക്കുടിയിൽ ഒരു പണ്ടോപകരണ വിതരണം ആണെന്നിവിടെ നടക്കുന്നത്. ആ ഉദ്ഘാടനത്തിലേക്ക് എത്തിച്ചേർന്ന ഈ സംവിധാനം നമ്മുടെ മേഖലയിലേക്ക് കൊണ്ടുവരാൻ ഏറ്റവും കൂടുതൽ പ്രയത്നിച്ച നമ്മുടെ മുൻ സിൻഡിക്കേറ്റ് അംഗം ശ്രീ യൂജിൻ മാഷ് ഈ സൊസൈറ്റിയുടെ പ്രസിഡന്റും കൂടിയാണ്. മറ്റാളുകളെ ഇവിടെ എത്തിച്ചേർന്ന മാധ്യമപ്രവർത്തകര് എല്ലാവരെയും ഒറ്റ വാക്കിൽ ഞാൻ സ്വാഗതം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അവന്തിക 43 ആത്മിക 44 ഗോകുൽ കൃഷ്ണ 48 നിതീഷ് കുമാർ 49 ഹാൻ ബൈജു 50 റിച്ചാർഡ് ബിജോ പേര് വിളിക്കാനൊക്കെ അവർ കടന്നു പോട്ടെ. ആ കഴിഞ്ഞോര് താഴ്ത്തിക്കല്ലേ. ടോക്കൺ നമ്പർ 5 നേഹ സിജു. ടോക്കൺ നമ്പർ 6 ആൻവിയ ഷിജു. ടോക്കൺ നമ്പർ 7 അനഘ അമൽ. എക്സൈസ് വകുപ്പിന്റെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് കണ്ടെത്തുന്നതിനായി മദ്യത്തിന് സർക്കാർ സെസ് ഏർപ്പെടുത്തും. സംസ്ഥാനത്ത് വിൽക്കുന്ന ഓരോ കുപ്പി മദ്യത്തിനും 1 രൂപ വീതം സെസ് ബജറ്റിൽ പ്രഖ്യാപിക്കും. പ്രതിമാസം ശരാശരി 4.9 കോടി കുപ്പി മദ്യം വിറ്റഴിയുന്നുണ്ട് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇതുവഴി മാസം 5 കോടിയോളം രൂപ സെസ് ഇനത്തിൽ സമാഹരിക്കാനാകും. ലഹരി വിമുക്ത കേന്ദ്രങ്ങളുടെ പ്രവർത്തനം വിപുലീകരിക്കുന്നതിനും എക്സൈസ് വകുപ്പിന് കീഴിൽ പുനരധിവാസ കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നതിനും ഈ തുക വിനിയോഗിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ലഹരി മരുന്ന് ഉപയോഗം തടയുന്നതിനായി എക്സൈസ് വകുപ്പ് നടപ്പിലാക്കാൻ പോകുന്ന സമഗ്ര ലഹരി നയത്തിന് ഈ അധിക വരുമാനം വലിയ കരുത്താകുമെന്നാണ് പ്രതീക്ഷ. നിയമപാലനം, ബോധവൽക്കരണം, ലഹരി വിമുക്തി, പുനരധിവാസം എന്നീ 4 കാര്യങ്ങൾക്കായാകും ഈ നയം പ്രവർത്തിക്കുക. ലഹരി വിരുദ്ധ നയത്തിൽ പുനരധിവാസം കൂടി ഉൾപ്പെടുത്തുന്നത് ഇതാദ്യമായാണ്. സംസ്ഥാനത്ത് പുനരധിവാസ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുമെന്നും കൂടുതൽ ലഹരി വിമുക്ത കേന്ദ്രങ്ങൾ തുടങ്ങുമെന്നും എക്സൈസ് മന്ത്രി M. ലിജു വ്യക്തമാക്കി. സർക്കാർ ഫണ്ടുകൾക്ക് പുറമെ CSR ഫണ്ടുകളും ഇതിനായി ഉപയോഗിക്കുമെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. പുനരധിവാസ മേഖലയെക്കുറിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണെന്ന വിശദാംശങ്ങൾ വൈകാതെ പുറത്തുവിടുമെന്നും മന്ത്രി പറഞ്ഞു. പുനരധിവാസ കേന്ദ്രങ്ങളിൽ എത്തുന്നവർക്ക് അവരുടെ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് പ്രത്യേക പരിശീലനം നൽകും. ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ വ്യത്യസ്തമായിരിക്കും. ഉദാഹരണത്തിന്, ഒരു യുവാവിന് ക്രിക്കറ്റിനോടാണ് താല്പര്യമെങ്കിൽ ഒരു അക്കാദമിയിൽ ചേരാനുള്ള അവസരം നൽകും. കലാരംഗത്ത് താല്പര്യമുള്ളവർക്ക് അതിനനുസരിച്ചുള്ള സമീപനമായിരിക്കും.
സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് മടങ്ങി വരാൻ സാമൂഹിക സേവനം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സൗകര്യവും ഒരുക്കും മന്ത്രി പറഞ്ഞു. അതേസമയം ഓരോ എക്സൈസ് മേഖലയിലും കുറഞ്ഞത് ഒരു പുനരധിവാസ കേന്ദ്രമെങ്കിലും സ്ഥാപിക്കാനാണ് പ്രാരംഭഘട്ടത്തിൽ ലക്ഷ്യമിടുന്നതെന്ന് എക്സൈസ് വകുപ്പ് വൃത്തങ്ങൾ അറിയിച്ചു. നിലവിൽ നോർത്ത്, സൗത്ത്, സെൻട്രൽ എന്നിങ്ങനെ 3 എക്സൈസ് സോണുകളാണ് സംസ്ഥാനത്തുള്ളത്. ലഹരി വിമുക്ത ചികിത്സ പൂർത്തിയാക്കിയവരെ ഈ പുനരധിവാസ കേന്ദ്രങ്ങളിൽ പ്രവേശിപ്പിക്കും. അവിടെ അവർക്ക് ജോലി കണ്ടെത്തുന്നതിനോ സ്വന്തമായി തൊഴിൽ ചെയ്യുന്നതിനോ ആവശ്യമായ തൊഴിൽ നൈപുണ്യ പരിശീലനം നൽകി സമൂഹത്തിലേക്ക് തിരികെ എത്തിക്കാൻ സഹായിക്കും. അവയവക്കടത്ത് റാക്കറ്റുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളുടെ ഭാഗമായി കേരളത്തിൽ ഇഡിയുടെ വ്യാപക റെയ്ഡ്. കേരളത്തിലെ നിരവധി ആശുപത്രികളിലും വീടുകളിലുമാണ് പരിശോധന നടത്തിയത്. നിയമവിരുദ്ധമായ അവയവദാനത്തിന് സൗകര്യമൊരുക്കുന്നതിന് വ്യാജരേഖകൾ ഉപയോഗിച്ച റാക്കറ്റുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടായിരുന്നു റെയ്ഡ്. കൊച്ചി, തിരുവനന്തപുരം, കോട്ടയം എന്നിവിടങ്ങളിലെ ഏതാനും സ്വകാര്യ ആശുപത്രികൾ, വസതികൾ തുടങ്ങിയവ കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധന. സമീപകാലത്ത് നിയമവിരുദ്ധ അവയവദാനത്തിന് സൗകര്യമൊരുക്കുന്നതിൽ ഉൾപ്പെട്ടതായി ആരോപിക്കപ്പെടുന്ന ഒരു റാക്കറ്റിനെതിരെ വിവിധ ജില്ലകളിലായി പോലീസ് രജിസ്റ്റർ ചെയ്ത 1ലധികം എഫ്ഐആറുകളുടെ അടിസ്ഥാനത്തിലാണ് ഏജൻസി അന്വേഷണം ആരംഭിച്ചതെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറിയിച്ചു. അവയവദാതാക്കൾ, സ്വീകർത്താക്കൾ, ആശുപത്രികൾ എന്നിവയ്ക്കിടയിൽ പ്രതികൾ ഇടനിലക്കാരായി പ്രവർത്തിച്ചുവെന്നും അവയവദാനത്തിനായി വൻ തുകകൾ ഈടാക്കുന്നുണ്ടെന്നും പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയതായി ഇഡി അറിയിച്ചു. ഈ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ ഇഡി കള്ളപ്പണം വെളുപ്പിക്കൽ കേസ് രജിസ്റ്റർ ചെയ്തു. പ്രധാന പ്രതിയായ നജീബുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയെന്ന് ആരോപിക്കപ്പെടുന്ന ആശുപത്രികളിലാണ് റെയ്ഡ് നടത്തിയതെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. കൊച്ചിയിൽ 3 റെയ്ഡ് നടന്നത്. അവയവദാനവുമായി ബന്ധപ്പെട്ട ബാങ്ക് ഇടപാടുകളും മെഡിക്കൽ രേഖകളും പരിശോധിച്ചു വരികയാണെന്ന് ഇഡി ഉദ്യോഗസ്ഥർ പറഞ്ഞു. അവയവദാന പ്രക്രിയ വളരെ സങ്കീർണമാണ്. പോലീസ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ഡോക്ടർമാർ, MLAമാർ, MP മാർ എന്നിവരുടെ സർട്ടിഫിക്കറ്റുകളും ക്ലിയറൻസുകളും ആവശ്യമാണ്. ഈ നടപടിക്രമങ്ങൾ മറികടക്കാൻ പ്രതികൾ വ്യാജരേഖകൾ ഉപയോഗിച്ചതായി ആരോപിക്കപ്പെടുന്നു. ജവാൻ മദ്യത്തിന്റെ ഉത്പാദനം നിലച്ച സംഭവത്തിൽ അന്വേഷണത്തിന് നിർദ്ദേശം നൽകി എക്സൈസ് മന്ത്രി. മദ്യനിർമ്മാണ പ്ലാന്റിലെ പ്രതിസന്ധി മന്ത്രിയെ അറിയിക്കാൻ വൈകിയത് അന്വേഷിക്കാൻ മന്ത്രി M. ലിജു നികുതി സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി. ടെൻഡറുകൾ ഉടൻ വിളിക്കാനും മദ്യ ഉൽപാദനം അടിയന്തരമായി പുനരാരംഭിക്കാനും മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മദ്യ ഉൽപാദനം നിലച്ചത് മാധ്യമങ്ങളിലൂടെയാണ് മന്ത്രി അറിഞ്ഞതെന്നാണ് വിവരം. ജവാൻ മദ്യത്തിന്റെ ഉൽപാദനം പുനരാരംഭിക്കാത്തതിൽ 5 ദിവസത്തിനിടെ 28 കോടി രൂപയുടെ നഷ്ടമാണ് സർക്കാരിന് ഉണ്ടായത്. മദ്യം നിറയ്ക്കുന്ന കുപ്പിക്കും അടപ്പിനും വില കൂടിയതാണ് ജവാൻ ഉൽപാദനത്തെ ബാധിച്ചത്. ടെൻഡർ നടപടികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാത്തതാണ് പ്രശ്നമായതെന്നാണ് റിപ്പോർട്ട്. ബെവ്കോ MD MR അജിത് കുമാറിന്റെ ഭാഗത്തു നിന്നും ടെൻഡർ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള നടപടികൾ ഉണ്ടാകുന്നില്ലെന്ന് പരാതി ഉയർന്നിരുന്നു. പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി TSCL മാനേജർ 4 തവണ MDക്ക് കത്ത് നൽകിയതായാണ് വിവരം. എന്നാൽ ട്രാവൻകൂർ ഷുഗേഴ്സിൽ നിന്നും അറിയിപ്പ് ലഭിച്ചില്ലെന്നാണ് CMD MR അജിത് കുമാർ പറയുന്നത്. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിലെ റീഡേഴ്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വായനാ ദിനാചരണവും PN പണിക്കർ അനുസ്മരണവും സംഘടിപ്പിച്ചു. പ്രശസ്ത അധ്യാപികയും കോളമിസ്റ്റുമായ ഡോക്ടർ ശ്യാമ ശശിധരൻ മുഖ്യാതിഥിയായി പങ്കെടുത്ത് വായനാ ദിന സന്ദേശം നൽകി. കേരളത്തിൽ വായനാശീലവും ഗ്രന്ഥശാല പ്രസ്ഥാനവും വളർത്തിയെടുത്ത PN പണിക്കരുടെ മഹത്തായ സംഭാവനകൾ അനുസ്മരിച്ച അവർ ഡിജിറ്റൽ യുഗത്തിലും വിദ്യാർത്ഥികൾ സ്ഥിരമായ വായനാശീലം വളർത്തിയെടുക്കണമെന്ന് ആഹ്വാനം ചെയ്തു. കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ഫാദർ ജോജി കല്ലിങ്കൽ, പ്രിൻസിപ്പൽ ഡോക്ടർ KL ജോയ്, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ K കരുണ, ഫിനാൻസ് ഓഫീസർ ഫാദർ സിബിൻ വാഴപ്പള്ളി, റീഡേഴ്സ് ക്ലബ്ബ് കോർഡിനേറ്റർ ഡോക്ടർ B ഷാജി, സ്റ്റുഡൻസ് കോർഡിനേറ്റർ ജാൻവി ജോബി എന്നിവർ സന്നിഹിതരായി. മങ്ങാട്ടുകര, പീച്ചാനിക്കാട് ഭാഗങ്ങളിൽ മോഷണം വ്യാപകമാകുന്നു. ആളില്ലാത്ത വീട്ടിൽ നിന്നും മോഷ്ടാവ് കവർന്നത് 2.25 പവൻ സ്വർണം. മങ്ങാട്ടുകര കപ്പേളയ്ക്ക് സമീപം അറ്റകുറ്റപ്പണികൾ നടക്കുന്ന ആൾതാമസമില്ലാത്ത വീട്ടിൽ നിന്നാണ് വാതിൽ കുത്തി തുറന്ന് അകത്ത് കടന്ന മോഷ്ടാവ് സ്വർണം മോഷ്ടിച്ചത്. സമീപത്തെ 3 വീടുകളിൽ മോഷണശ്രമം നടന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രിയിലും പുലർച്ചെയുമായിരുന്നു സംഭവം. മോഷ്ടാവിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ആൾതാമസമില്ലാത്ത മങ്ങാട്ടുകര അരീക്കൽ വീട്ടിൽ ബേബി പോളിന്റെ മുൻവാതിലിന്റെ മണിച്ചിത്രത്താഴ് പൂട്ട് തകർത്താണ് മോഷ്ടാവ് അകത്ത് കടന്നത്. അകത്ത് കയറിയ മോഷ്ടാവ് അലമാര തുറന്ന് വസ്ത്രങ്ങൾ
വാരിവലിച്ച് ഇട്ടിട്ടുണ്ട്. എന്നാൽ വീട്ടിൽ നിന്നും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. മോഷ്ടാവ് ഗേറ്റ് തുറന്ന് വരുന്നതിന്റെയും പിൻവാതിലിലൂടെ പോകുന്നതിന്റെയും CCTV ദൃശ്യങ്ങൾ ലഭ്യമായിട്ടുണ്ട്. മുഖം മറച്ച നിലയിലാണ് മോഷ്ടാവ്. സമീപത്തെ അരീക്കൽ വർഗീസിന്റെ വീടിന്റെ പിൻവാതിൽ തകർത്ത് മോഷണ ശ്രമം നടത്തിയിട്ടുണ്ട്. ഒരു മാസത്തിനിടയിൽ പീച്ചാനിക്കാട് മങ്ങാട്ടുകര ഭാഗങ്ങളിൽ തന്നെ നിരവധി മോഷണങ്ങളാണ് നടന്നിട്ടുള്ളത്. ഉറങ്ങിക്കിടന്ന വീട്ടമ്മയുടെ മാല ജനലിലൂടെ പൊട്ടിച്ചെടുത്ത് ഏതാനും ആഴ്ചകളെ ആയിട്ടുള്ളൂ. ഇതിലെ പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഈ പ്രദേശങ്ങളിൽ ഉണ്ടാകുന്ന മോഷണങ്ങളിൽ ആശങ്കയിലാണ് നാട്ടുകാർ. പറഞ്ഞിട്ടുണ്ടായിരുന്നു വന്ന പോലീസുകാരനോട് താല്പര്യമില്ല എന്നിട്ട് പറഞ്ഞിട്ടുണ്ട്. തിരിച്ചു പിന്നെ കിട്ടിയിട്ടില്ല. ഇവിടെ വരെ കിട്ടുന്നുണ്ട്. ഇവിടെ വരെ ഇന്നലെ വെളുപ്പിന് 2:30യോടെയാണ് ഈ സംഭവം ഉണ്ടായത്. അപ്പൊ ഇന്ന് വെളുപ്പിന് ഞാൻ ഈ വീട്ടിലുണ്ടായി, എന്റെ വീട്ടിലുണ്ടായില്ല, ഞാൻ തറവാട്ടിലായിരുന്നു. അപ്പൊ വെളുപ്പിന് എഴുന്നേറ്റിട്ട് ഞാൻ എപ്പോഴും പല്ല് വയ്ക്കാൻ അങ്ങോട്ട് പോകും. അതായത് എന്റെ വീട്ടിലാണ് പോവാറ്. അപ്പൊ ചെന്ന് നോക്കിയപ്പോ പൂട്ട് പൊളിച്ചിട്ടേക്കണു. പൂട്ട് അതിത്തന്നെ ഉണ്ടായിരുന്നു. പൂട്ട് തുറന്നപ്പോ പൂട്ട് താഴെ വീണു. അപ്പൊ തന്നെ എനിക്ക് തോന്നി കള്ളം കയറിയിട്ടുണ്ടെന്ന് തോന്നി. പിന്നെ ഞാൻ ഓരോ റൂമിലേക്ക് പോയപ്പോ ഡ്രസ്സൊക്കെ കബോർഡുകളെല്ലാം തുറന്നിരിക്കണു. എല്ലാം നാശമായിട്ട് ഇങ്ങനെ വിതറി കിടക്കായിരുന്നു ബെഡിലേക്കൊക്കെ. പിന്നെ മുകളിലേക്കും പോയി നോക്കിയപ്പോൾ മുകളിലും കബോർഡുകൾ തുറന്നിരിക്കണു. പ്രദേശത്ത് വാതിൽ തുറന്നിരിക്കണു. പിന്നെ വർക്ക് ഏരിയയിൽ പോയപ്പോ വർക്ക് ഏരിയയുടെ ഡോർ തുറന്നിരിക്കണു. അങ്ങനെയൊക്കെ കണ്ടു. പിന്നെ എനിക്ക് അപ്പൊ തന്നെ സംശയം തോന്നി. അപ്പൊ ഞാൻ വേഗം ചേച്ചിയോട് പോയി പറഞ്ഞു, ഇവിടെ നിൽക്കാൻ വേണ്ടി ചേച്ചിയോട് പോയി പറഞ്ഞു. അപ്പൊ ചേച്ചിയും ഇങ്ങനെ വന്ന് നോക്കി, ഞങ്ങളെല്ലാം കൊണ്ട് നോക്കി. അപ്പൊ ഇവിടെ അങ്ങനെ തുണി മാത്രമേ ഉണ്ടാവുള്ളൂ, അങ്ങനെ ആഭരണങ്ങളും അതുപോലും അങ്ങനെ നഷ്ടങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ ഞങ്ങൾ നേരെ അയൽവക്കക്കാരെ അറിയിച്ചപ്പോൾ അവരും പറഞ്ഞു, അവരും ക്യാമറ നോക്കി. ഞങ്ങളും പോയി ക്യാമറ നോക്കിയപ്പോ ആളെ കണ്ടു. ആള് ഗേറ്റ് തുറന്നിട്ട് ആദ്യം അങ്ങോട്ടേക്ക് പോയി, സൈഡിലേക്ക് പോയി ദിവസം നോക്കി, ടോർച്ച് അടിച്ചു. പിന്നെ നേരെ ഇങ്ങോട്ടേക്ക് വന്ന് തുറന്നു, അങ്ങനെ കയറിപ്പോയി. പിന്നെ ബാക്ക് സൈഡും ജസ്റ്റ് ഒന്ന് നോക്കി. പിന്നെ ബാക്കിലത്തെ ക്യാമറ ഒരെണ്ണം ഉണ്ടായിരുന്നു, അത് ഇങ്ങോട്ട് തിരിച്ചു വെച്ചു. പിന്നെ നേരെ എനിക്ക് അപ്പുറത്തെ വീട്ടിലേക്ക് പോയി. അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് അവിടുത്തെ ഡോറിന്റെ കുറച്ച് പെയിന്റ് കുത്തിപ്പൊളിക്കാൻ നോക്കി, പക്ഷെ പറ്റിയില്ല പുള്ളിക്ക്. അതും അവിടെയും കുറച്ച് പെയിന്റ് ഒക്കെ പോയി. പിന്നെ നേരെ ഞങ്ങള് മറ്റു വീട്ടിൽ അറിയിച്ചു. മറ്റു വീട്ടിലും ഇങ്ങനത്തെ അവിടെ കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ വീട്ടിലും കയറി. പിന്നെ എനിക്ക് മറ്റു വീട്ടിൽ 2 പേരും കണ്ട് കയറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാകുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. മധ്യ കേരളത്തിലും വടക്കൻ മലബാർ ജില്ലകളിലും ശക്തമായ മഴ ലഭിക്കുമെന്നാണ് കരുതുന്നത്. ജൂൺ 21 വീണ്ടും മഴ ശക്തമാകുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ 2 ജില്ലകളിൽ തീവ്ര മഴയ്ക്ക് സാധ്യത എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. എറണാകുളം, തൃശൂർ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പുറപ്പെടുവിച്ചിട്ടുള്ളത്. 24 മണിക്കൂറിൽ 115.6 മില്ലിമീറ്റർ മുതൽ 204.4 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് പ്രവചനം. സംസ്ഥാനത്തെ 6 ജില്ലകളിൽ യെല്ലോ അലർട്ടും പുറപ്പെടുവിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലാണ് ശക്തമായ മഴ മുന്നറിയിപ്പുള്ളത്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലിനും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കേണ്ടതുണ്ട്. കൊരട്ടി മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കൊരട്ടി KSEB ഓഫീസിനു മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിക്കുന്നു. ജൂൺ 19 വെള്ളിയാഴ്ച രാവിലെ 10 ധർണ.
കൊരട്ടിയിലും പരിസര പ്രദേശങ്ങളിലും കുറച്ചു ദിവസങ്ങളായി മുന്നറിയിപ്പുമില്ലാതെ നിരന്തരം വൈദ്യുതി മുടങ്ങുന്നത് ജനജീവിതത്തെയും വ്യാപാര മേഖലയെയും സാരമായി ബാധിച്ചിരിക്കുകയാണ്. ഈ വിഷയത്തിൽ KSEB അധികാരികൾക്ക് പലതവണ പരാതികൾ നൽകിയിട്ടും ഇതുവരെ അനുകൂലമായ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. വൈദ്യുതി ബോർഡിന്റെ ഈ കടുത്ത അവഗണനയ്ക്കെതിരെയും തടസ്സമില്ലാത്ത വൈദ്യുതി വിതരണം ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുമാണ് പ്രതിഷേധ ധർണ. മൂക്കന്നൂർ ഈരാളി പരേതനായ ഏലിയാസ് ഭാര്യ ഏലിയാമ്മ നിര്യാതയായി. 86 വയസ്സായിരുന്നു. സംസ്കാരം പിന്നീട്. പടിഞ്ഞാറെ ചാലക്കുടി കാരക്കുളത്തുനാട് കുഞ്ഞുമാക്കച്ചാലിൽ പരേതനായ അബൂബക്കർ മകൻ റഷീദ് നിര്യാതനായി. ഖബറടക്കം പിന്നീട്. കോർമല വെളുത്തെടുത്തുപറമ്പിൽ തോമസ് മകൻ ജെയിംസ് നിര്യാതനായി. 70 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചാലക്കുടി മർച്ചന്റ്സ് അസോസിയേഷന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നടത്തി. ചാലക്കുടി മജിസ്ട്രേറ്റ് കോടതിക്ക് സമീപത്ത് കണ്ണുമൂടികെട്ടി സമരം. ഈ സമരം ഇന്ന് ചാലക്കുടി മജിസ്ട്രേറ്റ് കോടതിയുടെ മുൻപിൽ നടത്താനുള്ളൊരു കാരണം, 3-4 വർഷങ്ങളായിട്ട് പുതിയ കെട്ടിടം പണിയാനായിട്ട് ഹൈവേയുടെ സൈഡിലായിട്ട് പണി തുടങ്ങി. കേരള ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷന്റെ 38ാമത് സംസ്ഥാന സമ്മേളനം കൊടകരയിൽ സംഘടിപ്പിച്ചു. എക്സൈസ് വകുപ്പിന്റെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് കണ്ടെത്തുന്നതിനായി മദ്യത്തിന് സർക്കാർ സെസ് ഏർപ്പെടുത്തും. അവയവക്കടത്ത് റാക്കറ്റുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളുടെ ഭാഗമായി കേരളത്തിൽ EDയുടെ വ്യാപക റെയ്ഡ്. ജവാൻ മദ്യത്തിന്റെ ഉത്പാദനം നിലച്ച സംഭവത്തിൽ അന്വേഷണത്തിന് നിർദ്ദേശം നൽകി എക്സൈസ് മന്ത്രി. മങ്ങാട്ടുകര പീച്ചാനിക്കാട് ഭാഗങ്ങളിൽ മോഷണം വ്യാപകമാകുന്നു. ആളില്ലാത്ത വീട്ടിൽ നിന്ന് മോഷ്ടാവ് കവർന്നത് 2.25 പവൻ സ്വർണം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.